ചെക്ക്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് മൈ ഹബി. അപ്പോ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? എനി ഗസ്? സാധാരണ ചായ കുടിക്കാനൊക്കെ അല്ലേ പോലെ. അപ്പൊ ഇന്ന് ഒരുങ്ങി കെട്ടി എങ്ങോട്ടാ പോകുന്നറിയോ? നമ്മള് ഗ്ലോബൽ വില്ലേജ് കാണാൻ, ദുബായിലെ ഗ്ലോബൽ വില്ലേജ് പോയിട്ട് കണ്ടിട്ട് നമുക്ക് സൂപ്പർ ആക്കാം. വായോ. നല്ല ബ്ലോക്കാ കണ്ടോ. പിന്നെ ഈ ക്ലൈമറ്റ് ഒക്കെ മാറി തുടങ്ങിയ സ്ഥിതിക്ക് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. നമ്മളെ ഫ്രെയിമാ വേറെ ബിസി റോഡ്. നമ്മള് പാലസ് റോഡ് കൂടെയാ പോകുന്നേ, ജബീലുള്ള. അതുകൊണ്ടോ നമ്മളെ ബുർജ് ഖലീഫ. ഓക്കെ, കേന്ദ്രസാല് അമ്മച്ചി. അപ്പൊ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്താന്ന് അറിയാത്തവർക്ക് വേണ്ടി, അറിയാത്തവർ ആരും ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഫസ്റ്റ് ടൈം ആണ് അനുഭവം, അതുകൊണ്ട് തന്നെ പറയാണ്. ഇതെന്താ ഇങ്ങോട്ട് വരുന്നത്? കൊള്ളാലോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാ പോണ്ടേ? അപ്പൊ ഗ്ലോബൽ വില്ലേജ് നമ്മളെല്ലാ രാജ്യക്കാരുടെയും എന്തൊക്കെയാണോ അവിടെ ഉള്ള കാര്യങ്ങൾ, അവിടുത്തെ കൾച്ചർ കാര്യങ്ങൾ, ഡ്രസ്സ്, ഫുഡ്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണ് നമ്മളെ ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തെയും, ഒട്ടുമിക്ക എല്ലാ രാജ്യത്തെയും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്, കേട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് പോയിട്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യില്ല, അറിയാമോ. എന്നാലും എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, നോക്കാം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാന്നുള്ളത് നിങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഗൈസ്, എന്ത് ഭംഗിയാണ് നോക്കിയേ. ഈ റോഡൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാ നോക്കി. രണ്ട് സൈഡിൽ ഫുള്ള് പൂവും മരങ്ങളും. കാണുന്ന എന്താന്നറിയോ? പാലസ്. സൂപ്പർ. നിങ്ങളും കാണൂ നമ്മൾ പോകുന്ന വഴികൾ. നമ്മൾ പാലസിന്റെ അങ്ങോട്ടേക്കാ പോകുന്നത്. പാലസിന്റെ മുന്നിൽ കൂടെ അല്ലേ പോവാ? അത് ഞാൻ കാണിച്ചു കൊടുത്തോളാം. അപ്പൊ ഇതാണ് നമ്മുടെ പാലസ്. ഈ സൈഡ് നോക്കിയേ, കാണുന്നുണ്ടോ? ഓക്കെ, എന്തായാലും നമുക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് നോക്കാം അല്ലേ അബി, എന്തൊക്കെയാണെന്നുള്ളത്. ബാക്കി നമ്മൾ അബി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും, കാരണം എനിക്കൊന്നും അറിയില്ലല്ലോ. ഇത് തരുമോ? ഇത് നോക്കി, എന്തൊരു റോസ് കളറുള്ള പൂവുകള്, എന്തൊരു ഭംഗിയായിട്ടല്ലേ. ഇതൊക്കെ ഇവിടെ ഉണ്ടാവും തന്നെയാണോ, അല്ലെ ഇവര് വെച്ചു പിടിപ്പിക്കുന്നോ? നമ്മളെ നാട്ടിലൊക്കെ കാണാം, പറിച്ചുണ്ടോ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞിട്ട് അല്ലേ. ഇവിടെ നടക്കൂല. എന്തായാലും സൂപ്പർ. ഞാൻ അത്ര ചെടി പേഴ്സൺ ഒന്നുമല്ല, ചെടി ലവർ ഒന്നുമല്ല, പക്ഷെ കാണുമ്പോ ഒരു ഇമ്പം അത്ര തന്നെ. ഇത് നോക്കിയേ, ഹാഫ് മൂണോ, പകുതി മുക്കാല് മൂണ്. അയ്യോ പോയി ഇതിനിടയിലൂടെ. നീ കാണുന്നുണ്ടോ ബി? നീ കാണണ്ട. അയ്യോ നീ കാണണ്ട, ഞാൻ തന്നെ കണ്ടോളാം. അതൊരു ഫുൾ മൂണായിരുന്നു, ഒളിച്ചിട്ടായിരുന്നു. വാവ്. ഇങ്ങനെ ഇതാ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് കയറുവാണ്. ഓക്കെ, എൻട്രി. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. തിരക്കുണ്ടാവല്ലോ വെച്ചിട്ടാണ് വർക്കിംഗ് ഡേ വന്ന്. മിക്കവാറും നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ ബി? തിരക്കുണ്ടോ? ഓക്കെ, ലെറ്റ്സ് സീ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതാ നമ്മൾ ഔട്ട്സൈഡ് വ്യൂ ആണ്. വാവ്, നല്ല തിരക്കുണ്ട്. പാർക്ക് ചെയ്യാൻ പോവാണ്. ഈ പാർക്കിംഗ് ഒക്കെ തപ്പി. വാവ്, പാർക്കിങ്ങിന്റെ ബോർഡ് ഒക്കെ അടിപൊളി. പാർക്കിംഗ് കയറും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്. ഉള്ളപ്പോ വരണം എന്ന് വിചാരിച്ചാണ്. ഇരുടായി തുടങ്ങി, ലൈറ്റ് ഒക്കെ ഇട്ട് തുടങ്ങി. എനിവേ കുഴപ്പമൊന്നുമില്ലല്ലോ. ഭയങ്കര ഓവർ മേക്കപ്പ് ഒന്നും ചെയ്തില്ല, ലൈറ്റായിട്ടേ ചെയ്തിട്ടുള്ളൂ. ലിപ്സ്റ്റിക്ക് പോയോ നോക്കിയതാ. അപ്പൊ പോയോക്കാം ഉള്ളിലേക്ക്. പാർക്കിംഗ് തിരയാൻ പോയതാണ് അബി. പാർക്കിങ്ങിന്റെ കാര്യങ്ങള്, പിന്നെ ഏതാ എൻട്രൻസ്, ഇതൊക്കെ ഒന്ന് നോക്കണം. നോക്കി നമുക്ക് ഉള്ളിൽ കയറാം. ഇതു ഇനി പാർക്കിങ്ങിൽ കുറച്ച് നടക്കാനുണ്ട്, അവിടെ എത്തണമെങ്കിൽ. അതാണ് നമ്മളെ സംഭവം. എന്താ ഈ ഹോൾ ഏരിയ അതിൻ്റെതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രൻസ്.
my husband. Okay. We're heading to Global Village in the entrance. Super Alabi. Super ആണോ? വാവ്, നോക്കിയേ, എല്ലാ രാജ്യത്തിന്റെ എല്ലാ സംഗതികളും ഉണ്ട്. ആ പോണ എന്റെ കിട്ടാൻ. വാവ്, അത് എങ്ങോട്ടാ ഫസ്റ്റ് പോണ്ടേന്ന് വല്ല ഐഡിയ ഉണ്ടോ? വേറെ ഏതോ നാട്ടിലെത്തിയ പോലെ ഉണ്ട്. എന്ത് രസാലേ, കണ്ടാ? റിയലി നൈസ്. നമ്മളിതിന് എൻട്രൻസ് എത്തിയിട്ടുള്ളൂ, കയറണം. എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ നോക്കാം. സൂപ്പർ അല്ലേ? ആരേത്? ഐഫിൽ ടവർ. ആ സെറ്റപ്പ് കണ്ടോ? ഇന്ദ്രസ, കുവൈറ്റ്, ഈജിപ്റ്റ് പറഞ്ഞിട്ട് എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. റിയലി നൈസ് അല്ലേ? മാർക്കറ്റ്. ടർക്കിയിലേക്ക് കയറാൻ പോകുമ്പോഴാ. ഓക്കെ, നമ്മൾ ടർക്കിയിലേക്ക്. രാജ്യം മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സ്ഥലത്ത്. Dry fruits. Pakistan. Really nice. നമ്മള് പാകിസ്ഥാനിലേക്ക് കയറാം. ഓക്കെ, പാകിസ്ഥാനിൽ എന്തൊക്കെയാണല്ലോ നോക്കാം. പ്രത്യേക മിഠായി തരു പോയ പോലെ പറഞ്ഞ പോലെ. കാരണം പാകിസ്ഥാനല്ലേ, പാകിസ്ഥാനിൽ മൊത്തം കുർത്ത, സാരി, അങ്ങനത്തെ സംഗതികളൊക്കെയാണല്ലോ. ചുരിദാറ് കൊള്ളാല്ലേ. കുറെ ബാഗുണ്ട്. പാകിസ്ഥാൻ. എല്ലാം കൊള്ളാം. നെക്സ്റ്റ് വൺ ഈസ് UAE. നമ്മൾ ഓൾറെഡി ഇവിടെയാണ്. ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട്? അത്തർ. അത്തറും ഉണ്ട്, കുറെ ഡ്രസ്സിന്റെ സംഭവം. UAE സ്പെഷ്യൽ. ശ്രീലങ്ക. വാവ്, എന്തൊക്കെ കളേഴ്സാ! ഓറഞ്ച്, ഗ്രീന്, ആന. ശ്രീലങ്ക. Let's see what's in Sri Lanka. എല്ലായിടത്തും ഒരേപോലെ തന്നെ ഏകദേശം ഡ്രസ്സ്, കാര്യങ്ങള്, അവിടുത്തെ മസാല ഐറ്റംസ് ആണെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങള് ലൈക്ക് ദാറ്റ്. അങ്ങനെയൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ഓക്കെ,
അബിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. നല്ല സ്പീഡ് പോകുന്നുണ്ട്. എന്താ അവിടെ കുറെ കാറ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇത്ര നേരം മെല്ലെ നടന്നോലെ ഇപ്പൊ നോക്ക് നടക്കുന്ന സ്പീഡില്. ചെക്കന്മാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവൂലേ. ഒരു ചെങ്ങായി അത് അതിൻ്റെ അകത്ത് വലിഞ്ഞ് കയറുന്നത് എന്താണാവോ നടക്കാൻ പോകുന്നത്. ഇത്ര നേരം വേണ്ട പറഞ്ഞോണ്ട് ഇപ്പൊ നോക്കി ഇവിടെ എത്തിയപ്പോ അവിടെ എന്തൊക്കെ റേസ്. ഓനവിടെ നോട്ടെ, നമുക്കടുത്ത സിറിയയിലേക്ക് പോവാം. ഓനവിടുന്ന് വരുന്നില്ല. അവിടെ പിടിച്ചു വെച്ചമാരി കുട്ടികളെ നോക്കി നോക്ക്. കാണുന്നുണ്ടോ ആരെങ്കിലും? അതാ മാത്രം അവിടെ നിക്ക, കുട്ടികളെ മാരി നോക്കിക്ക. ഇതാ നോക്കിക്കുന്നത്. അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, എന്തോ റേസിങ്ങോ അങ്ങനെ എന്തൊക്കെയോ ആണ് ഉണ്ടോ. അപ്പൊ അത് നോക്കിക്കാണ് ഈ കൊച്ചു പോൻ. ചെക്കന്മാരെല്ലാം അങ്ങനെ നോക്കിക്കണ്ട് കേട്ടാ. അതിനുള്ളിൽ കയറാൻ എങ്ങനെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തൊന്നും കാണാൻ. പിണങ്ങി പോണവര് പിണങ്ങി പോയിട്ട് അവിടെ തന്നെ പോയി നിൽക്കുന്നത്. ഞാൻ ഇവരെന്താ ചെയ്യണ്ടേ? ബൈക്ക് റേസിങ് ഇതൊക്കെ ഉണ്ട്. അത് നോക്കി നിൽക്കുന്ന എന്റെ പാവം കെട്ടി വന്നു. അബി എനിക്കോ കഷ്ടപ്പെട്ട് ഈ സാധനത്തിനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഇനി സീരിയലിൽ പോവാം. ഇല്ലെങ്കിലേ ഓൻ അതിനുള്ളിൽ കയറും. സീരിയലില് ഏകദേശം ഒരുപോലെയാന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നെക്സ്റ്റ് സ്പോട്ട് കൊള്ളാലോ. ചായ കൊടുക്കുന്ന നല്ല വിസിലാണ്. സിറിയയിലെ പ്രത്യേകത. സ്റ്റേജ് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പോയി നോക്കാം അല്ലേ. ഇവിടെ നമ്മളെ സ്വന്തം ദുബായ് പോലീസ് ഉണ്ട്. ആസ് യൂഷ്വൽ അവരെപ്പോഴും ഉണ്ട്. ദുബായ് പോലീസ് സ്റ്റേഷൻ. സ്റ്റേജ് പ്രോഗ്രാംസ് ആണ്. ഇതെന്തുവാ അത്? റോബോട്ടൊക്കെ ഉണ്ടല്ലോ. Everyone is taking videos. ഇതൊക്കെ എന്താ? മറ്റേ ഡിസ്നി ലാൻഡ് പോയ പോലെ ഇതല്ലോ സംഭവങ്ങൾ. ഇതേത് പ്ലാനറ്റ് ആണോ? എവിടെയത്? തായ്ലൻഡാ? പോടോ. ആ തായ്ലൻഡ്. ഓക്കെ, നമ്മൾ തായ്ലൻഡ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തായ്ലൻഡ് ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഏകദേശം അറിയാം എന്തെല്ലാം ഉള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? മേക്കപ്പ് സെറ്റൊക്കെയാണ് തായ്ലൻഡിലുള്ളത്. തായ്ലൻഡിന്റെ പ്രത്യേകത സപാട്ടിക്ക. തായ്ലൻഡിൽ നമസ്കാരം എങ്ങനെ പറയാം? സപാട്ടിക്ക. ഇവിടെ ഒന്നും ഇല്ലല്ലേ. ഓരോ രാജ്യങ്ങളെ പേര് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ആ രാജ്യത്തുള്ള സാധനങ്ങളൊന്നും അല്ല തോന്നില്ല ആക്ച്വലി. അല്ലല്ലോ, നമ്മൾ തായ്ലൻഡ് പോയിട്ടുണ്ട്. അതോടെ നമ്മൾ തായ്ലൻഡ് ഇങ്ങനെയല്ല. Magic. Go inside have, okay? 3 and 4, okay? Again, one by one, open like this. Yes. Like this, madam, you open. No problem. Okay. Look at you. America.
Okay, what is in there? തായ്ലൻഡ് തന്നെ മാംഗോ സ്റ്റിക്കി റൈസിന്റെ ഐറ്റംസ് ഒക്കെ കാണാം. കയറിയപ്പോഴത്തേക്ക് ഫുള്ള് മാംഗോന്റെ ഏറും കളി തന്നെ. മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ ഉണ്ടാവും ഇവിടെ. ഓ ഞാൻ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടേ ഇല്ല കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടുക്കും, ചിലവരത് റെഡിയാവും, ചിലവരത് റെഡിയാവില്ല, അങ്ങനെയാണല്ലോ. തായ്ലൻഡ് സ്പെഷ്യൽ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും ഞാൻ കയറുന്നില്ല, എനിക്ക് പേടിയാണ്. എന്തിനാണ് വെറുതെ ഇതിന് മുകളിൽ വരെ പോയിട്ട് തീർത്ത് പേടിച്ചാവുന്നു. അഭി കയറുന്നോ? മുകളിലേക്ക് കയറുന്നോ? അതിന് മുകളിൽ പോണോ? വേണ്ടല്ലേ? അപ്പൂപ്പൻ ഇത് കിട്ടൂലടാ, വെറുതെ ഒരു പറ്റിക്ക. ഇത് കളിച്ച് ജയിച്ച ഇതിൽ എന്ത് വേണമെങ്കിൽ എടുത്തിട്ട് പോവാന്നാണ്. എന്റെ അമ്മേ, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ടാ വണ്ടർല പോയിട്ട് ഞാൻ ഇതിൽ കയറി ഒച്ച വിളിയിട്ടേക്ക്. ഓ മൈ ഗോഡ്, ഹലോ അഭി, നല്ല കാറ്റില്ലേ? My God. ഏറ്റവും ഹൈറ്റ് ഉള്ളതാണെന്നാ പറയുന്നത് ഇവര് അനൗൺസ് ചെയ്തിട്ട് UAE-ലെ. തേങ്ങയല്ല, അവര് പറഞ്ഞപ്പോ UAE-ലെ ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള ഈ സാധനത്തെ പറയല് അത്. ഈശ്വര അവിടെ തൂക്കിട്ട് വെച്ചേക്കുള്ളൂ. ഇപ്പൊ നിലത്തേക്കൊരു ഇടലിടും. അപ്പൊ നമുക്ക് അലറല് കേൾക്കാം. അലറലോട് അലറൽ വാട്ടോ. ഇത് എറിഞ്ഞു വീഴ്ത്തിയ ഇതിലുള്ള എന്തെല്ലോ കിട്ടും. എറിഞ്ഞു വീഴ്ത്തണം. അപ്പൊ നമ്മൾ ഇവര് ചെയ്ത് നോക്കാം. ആ കറക്റ്റ്, അടിപൊളി. ഒന്ന് വീത്തിട്ടെ. ഗുഡ്. അഫ്ഗാനിസ്ഥാനും പിന്നെന്താ ഒമാൻ, അങ്ങനെ പിന്നെ കുറെ രാജ്യങ്ങളുണ്ട്. ചൈന അപ്പുറത്തുണ്ട്. ഇങ്ങനെ നടക്കുന്നു, ഏതൊക്കെയോ നാടുകൾ കാണുന്നു. സത്യം പറഞ്ഞാൽ കാണാൻ കൗതുകമുണ്ട്, പക്ഷെ നടന്ന് മനുഷ്യന്റെ ഊപ്പാടാതെ അളകും. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കാരണം എന്തൊക്കെ എവിടേക്കാന്നൊന്നും മനസ്സിലാവുന്നില്ല. കൺഫ്യൂസ്ഡ് ആണ് സത്യം പറഞ്ഞാൽ. കുറെ ഐസ്ക്രീംസ് ആണ് വെറൈറ്റി ഉള്ളത്, പിന്നെ ഡെസേർട്സ് ലൈക്ക് ദിസ്. വാവ്, കണ്ടില്ലേ? ഞങ്ങൾ പിന്നെ അങ്ങനെ ഷുഗറിനോട് അങ്ങനെ താല്പര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഞങ്ങൾ അങ്ങനെ ട്രൈ ആക്കിയിട്ടില്ല. സോ ഞങ്ങളിങ്ങനെ എല്ലാം കണ്ട് പോവാണ്. വാവ്, പക്ഷെ കാണാൻ നല്ല ഒരു ഇത്തിരി സെറ്റപ്പിൽ എന്തൊക്കെയാ ആക്കി വെച്ചേക്കുന്നത് നോക്കിയാലേ, അടിപൊളി, ഒന്നും പറയാനില്ല.
ഇതൊക്കെ ഇവിടെ ഇൻബിൽഡ് ചെയ്ത് കുറച്ചു കാലത്തേക്ക് ഉണ്ടാക്കി വെച്ചാന്ന് ആലോചിക്കുമ്പോ പറയാനില്ല ഇതിനെപ്പറ്റി. നോ വേർഡ്സ്. രാവിലെ വന്നേച്ചാ ഇവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാറുണ്ട്. എടുക്കാം, പക്ഷെ നൈറ്റിനെക്കാട്ടും രാവിലെ ആകുമ്പോ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. Wow, so beautiful. This is Iran. എന്തൊരു ഭംഗിയാണ് ഈ പൂന്തോട്ടം കാണാൻ. വാവ്, പൂന്തോട്ടത്തിലൊരു കുഞ്ഞു വീട്. എന്തൊരു സ്ഥലേ. So beautiful. അവർ ഇന്ത്യ. ഇതാണ് നമ്മളെ ഇന്ത്യ. ആനേന്റെ തല കാണുന്നില്ലേ അവിടെ ഇന്ത്യ. വാവ്, ഈ ആനേന്റെ തല ഒക്കെ ഇത് കാണുന്ന പോലെ ഒന്നല്ല, നല്ല വലിപ്പുണ്ട്. ഇതിലിങ്ങനെ എത്ര വലിപ്പത്തിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതൊരു 1.5 വലിപ്പത്തിലുള്ളത് ആക്ച്വലി. ഉണ്ടോ? വാവ്, ഇന്ത്യ. നമ്മൾ ഇന്ത്യനുള്ളിൽ കയറുകയാണേ. ഇന്ത്യനുള്ളിൽ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാലോ. ഡ്രസ്, വാവ്, കളർഫുൾ ചപ്പൽ, ക്ലച്ചസ്, പേഴ്സ്, ബാഗ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. വാവ്, എല്ലാം തിളങ്ങുന്നുണ്ട്, നല്ല തിളക്കുണ്ട്. ഇന്ത്യ. ഓക്കെ, ഇങ്ങനെയാണ് ഇന്ത്യ ഉള്ളത്. ഇവിടെ ആസ് യൂഷ്വൽ എല്ലാം നമ്മളെ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ. സമൂസ, പാനിപൂരി, മസാലപ്പൂരി, വടാപ്പാവ്, പാനിപൂരി, മസാലപ്പൂരി, ബേൽപൂരി, എല്ലാം 10 dirhamsന്റെ ജുമുക്ക. ഹായ് ജുമുക്ക, ഹേയ് ജുമുക്ക. മാല. പറഞ്ഞാൽ എനിക്ക് കണ്ട് വയ്യാണ്ടായി. അത്രയും നടക്കാനുണ്ട്. ഇനിയുണ്ട് ഒരുപാട് രാജ്യങ്ങൾ കവർ ചെയ്യാൻ. ജോർദാൻ, ഖത്തർ. അപ്പോ വയ്യാണ്ടായി ഭഗവാനെ, ഇത്ര നടക്കാനുള്ളത്. അതേതാടാ ആ ഗ്രീൻ കളർ? ദാറ്റ് ഈസ് ഈജിപ്റ്റ്. സംഭവം ഡിഫറെന്റ് രാജ്യങ്ങളിൽ കയറിയാലും ഒരേപോലത്തെ സംഗതികൾ തന്നെ കണ്ടോണ്ടിരിക്കുന്നു. ചേഞ്ചസ് ഒന്നുമില്ല. എല്ലാ രാജ്യത്തും ഒരേ സാധനങ്ങൾ തന്നെയുള്ളതെന്ന് തോന്നുന്നു. ചിലപ്പോ ഫുഡിന്റെ ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഡ്രസ്സ് കാര്യങ്ങള്, സ്പ്രേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും. ഇതാണ് നമ്മളുടെ ഈജിപ്റ്റ്. ഉള്ളിൽ പോകുന്നുണ്ടോ? ഈജിപ്തിനുള്ളിൽ എന്തെല്ലൊക്കെ ഉള്ളത്? അവിടെയാ ചായ പിടിക്കാറുണ്ട്. ചായ ഇവിടത്തെ മെയിൻ കണ്ടോ. ചായ നല്ല കാറ്റുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് യമൻ. യമന്റെ കാണാനില്ല. ലൈറ്റ് പോയി. വാവ്, ഇതെന്താണ്? ഫ്ലോട്ടിംഗ് മാർക്കറ്റില്ലേ തായ്ലൻഡിലെ? നമ്മൾ പോയില്ലായിരുന്നോ അല്ലേ ചന്തു? വാ. This is Palestine. Okay. ഇതിന്റെ ഉള്ളില് കൂടുതലും നമ്മളിനിയിപ്പോ എല്ലാം പുറത്തുകൂടെ അങ്ങനെ ഓടുക കേട്ടോ. വയ്യ ഉള്ളിൽ കയറാൻ. അതാ അടുത്തത് ചൈനേന്റെ ഉള്ളിലൊന്ന് കയറുക. കണ്ടക്കള്ളെന്ന് അറിയാലോ. അയ്യോ എന്റെ ഇവിടെ ചൈന മൊത്തത്തില് റെഡ് കളറില്ലേ? ചുമല.
ചൈന മൊത്തം റെഡ് മഴ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അതിനുള്ളിൽ. എല്ലായിടത്തും ഏകദേശം ഒരേപോലത്തെ സാധനങ്ങളൊക്കെ തന്നെ. ഇവിടെ കുറെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ലാഷസ് മറ്റു സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്, കുറെ നെയില് എക്സ്റ്റൻഷൻസ്. ചൈന ചേച്ചി ചൈനയിൽ കുറച്ചുകൂടെ നല്ല നല്ല സാധനങ്ങൾ കാണാനുണ്ട്. ഐ മീൻ ഡ്രസ് ഐറ്റംസ് ഒക്കെ തന്നെയാണ്. എന്തോ അത് 10 രൂപക്ക് 7. Trouble on stage, explosive energy from Jeff and CJ. എന്താ നമ്മളെ ഹീറോ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് അറിയാവോ? അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇറങ്ങുക കേട്ടോ. എൻ്റെ അമ്മേ നടന്ന് ഊപ്പാട് ഇളകി. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്ലോബൽ വില്ലേജിൻ്റെ എക്സിറ്റ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പരിപാടിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.